ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നതേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊരു സാധനം ഉണ്ടിട്ട് ഞാൻ അതേ കാണിച്ചു തരാം. കണ്ടോ, അതേ ഞങ്ങളുടെ കിച്ചൺ നിറയെ ഇരിക്കുന്നത് ബിരിയാണികളാണ് ഗൈസ്. അപ്പോൾ ഇതിൽ എല്ലാ പൊതിയും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒരു പൊതി നമുക്ക് എടുക്കാവേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടക്ക് ചില ട്രീറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാനും ഇതേപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പായസം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ആ ഒരു സ്മെല്ല് അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൗദിയിൽ വന്നിട്ട് മലയാളി ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടേന്ന് താനും. അപ്പോൾ എനിക്ക് ഈ ബിരിയാണി കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായ. ഇതിൻ്റെ ഒരു ഗുഡ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് 2 നേരത്തേക്ക് ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കി ഇതേ രാത്രിത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പപ്പടം പൊടിഞ്ഞു പോയെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഞാനതെല്ലാം പെറുക്കിയെടുത്തേ. പിന്നെ ഇവിടുത്തെ പപ്പടത്തിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പടത്തിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതേ നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ നമ്മുടെ ബിരിയാണി ഇങ്ങനെ ഈ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന കാണാൻ. വലിയ കാര്യത്തിലെടുത്ത് പാത്രത്തിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത് എല്ലുമുട്ടിയാണല്ലോ ദൈവമേ എടുത്ത് വെച്ച്. എന്തെല്ലാണെന്ന് പറഞ്ഞാലും ഐ ലൈക്ക് ദിസ് ബിരിയാണി വെരി മച്ച്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച ബിരിയാണിക്കൊന്നും എനിക്ക് ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നല്ല സമാധാനത്തിലിരുന്ന് ബിരിയാണി കഴിച്ചു. ഇനിയൊരു ഉറക്കം അത് നിർബന്ധം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്നും കൂടി കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.